നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അതിസൂക്ഷ്മ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം ഉറപ്പുവരുത്തുന്നതോടൊപ്പം ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ സമൂഹത്തിന് മതിയായ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ചർച്ച് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കോട്ടയം വിമലഗിരി പാസ്റ്ററൽ സെന്ററിൽ നടന്ന നാഷണൽ ക്രിസ്ത്യൻ ലീഡേഴ്സ് കോൺക്ലേവിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നേരിട്ട് നടപ്പാക്കിയെങ്കിൽ മാത്രമേ വിതരണത്തിലെ തുല്യത ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. വത്തിക്കാനിലെ നോമ്പുകാല ധ്യാനം 9-ന് ആരംഭിക്കും. മാർച്ച് 14 വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ആത്മീയ ധ്യാനം പേപ്പൽ ഭവനത്തിന്റെ പ്രാസംഗികനായ ഫാദർ റോബർട്ടോ പസോളിനി നേതൃത്വം നൽകും. റോമൻ കൂരിയയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള ധ്യാനം പോൾ 6 ഹാളിലാണ് നടക്കുക. ധ്യാനത്തിന്റെ പശ്ചാത്തലത്തിൽ മിക്ക വത്തിക്കാൻ ഓഫീസുകളും കുറഞ്ഞ സമയക്രമത്തിലാണ് പ്രവർത്തിക്കുകയെന്നും വത്തിക്കാൻ അറിയിച്ചു. വർഷങ്ങൾക്കു ശേഷം വത്തിക്കാനിൽ തന്നെ റോമൻ കൂരിയായ്ക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ ധ്യാനമായിരിക്കും ഇത്. നൈജീരിയയിലെ ഔച്ചി കത്തോലിക്ക രൂപതാംഗമായ വൈദികനെയും മേജർ സെമിനാരി വിദ്യാർത്ഥിയും സായുധ സംഘം തട്ടിക്കൊണ്ടുപോയതോടെ തടങ്കലിൽ കഴിയുന്ന വൈദികരുടെ എണ്ണം 4 തിങ്കളാഴ്ചയാണ് ഏറ്റവും അവസാനത്തെ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ഫാദർ ഫിലിപ്പ് എക്വേലി എന്ന വൈദികനും മേജർ സെമിനാരി വിദ്യാർത്ഥിക്കും വേണ്ടി പ്രാർത്ഥന യാചിക്കുകയാണെന്ന് ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഔച്ചി രൂപത പറഞ്ഞു. ദേവാലയത്തിലെ വാതിലുകളും ജനലുകളും വെടിവെപ്പിൽ തകർക്കപ്പെട്ടുവെന്നും പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥർ തട്ടിക്കൊണ്ടുപോയവരുമായി പോരാടിയെന്നും രൂപത കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫാദർ എഗിലെവ വെളിപ്പെടുത്തി. റഷ്യൻ അധിനിവേശ ആക്രമണങ്ങൾക്കിടയിൽ നിന്ന് കരകയറുവാൻ പാടുപെടുന്ന യുക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമേരിക്കൻ മെത്രാൻ സമിതി. യുക്രൈന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് US മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്ലോംഗ്ലിയോ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സമയമായ നോമ്പുകാലം ആരംഭിക്കുമ്പോൾ യുക്രൈനിലെ രക്തസാക്ഷികളായ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിൽ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ചേരുകയാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മാർച്ച് മാസത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് മാർച്ച് മാസത്തെ പാപ്പയുടെ നിയോഗം. മുറിവേറ്റ കുടുംബത്തിന്റെ വേദന സുഖപ്പെടുത്തുവാനുള്ള ഏറ്റവും നല്ല മരുന്ന് ക്ഷമയാണ്. ക്ഷമയെന്നാൽ മറ്റൊരു അവസരം നൽകുക എന്നാണ്. ദൈവം എല്ലായ്പ്പോഴും നമ്മോട് ക്ഷമിക്കുന്നു. ദൈവത്തിന്റെ ക്ഷമ അനന്തമാണെന്നും പാപ്പ പറഞ്ഞു. ദൈവത്തിന്റെ കൃപ നമുക്ക് ക്ഷമിക്കുവാനുള്ള ശക്തി നൽകുന്നു, സമാധാനം നൽകുന്നു. കാരണം അത് നമ്മെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.